ഹലോ അസ്സലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ബട്ടർ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻറ്റ് എന്തെല്ലാം ഒന്ന് നോക്കാം. കുതിർത്തി വെച്ച ഗ്രീൻ പീസ് അരക്കപ്പ്, അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു 3 വിസിൽ വരുന്ന വരക്കും വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടത് ഒരു വലിയ സബോള, പച്ചമുളക്, തക്കാളി, കാഷ്യൂ ഒരു 20 എണ്ണം കുതിർത്തി എടുത്തൊക്കെയാണ് ഞാൻ. ഇനി ഒരു പാനിലോട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച സവോള, പച്ചമുളക് എല്ലാം ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലോട്ട് കുതിർത്തി വെച്ച കാഷ്യൂടെ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് നോക്കിയപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് വാടി വന്നു. ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളിയുടെ ഇട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 3 മിനിറ്റിന് ശേഷം ഇപ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ വാടി വന്നു. ഇപ്പം നല്ലപോലെ ഉടയുന്നുണ്ട് തക്കാളിയൊക്കെ. ഇനി അതിലോട്ട് 1.5 ടീസ്പൂൺ കാശ്മീർ ചില്ലി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണം പോണ വരക്കും ഒന്ന് മിക്സ് ചെയ്യാം. കാശ്മീർ ചില്ലി തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അതിലോട്ട് ഒരു കപ്പ് ചൂടുവെള്ളത്തോടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ തിള വന്നു. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതും നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഒന്ന് അടച്ചു വെച്ച് 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ കെച്ചപ്പ് കൂടെ ചേർക്കാം. ഇനി അത് ചൂടാറാവാൻ വെക്കാം. അതിനുശേഷം മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു അരിപ്പ എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലപോലെ അരിച്ചെടുത്തു. ഇനി ഞാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചു. അത് ചെറുതായി ഒരു തിള വരുമ്പോൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് ഇനി മിക്സ് ചെയ്യാം. അതിലോട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തിയുടെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് 1/2 കപ്പ് പാല് ചേർത്തി ഞാൻ. പാലില്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ആയാലും കുഴപ്പമില്ല. ഫ്രഷ് ക്രീമോ പാലോ ചേർക്കാം. കുറച്ച് ബട്ടറൂടെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ലപോലെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നു. ഇതുമാതിരി എല്ലാവരും ഒന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.